सलिमदा खान। मुझे मालूम नहीं है, मैं सच बोल रहा हूँ। वो थॉमस के साथ मैसूर गया है, आज शाम को वापस आएगा। माथुर फांसी की जगह पर है। तगुंडु होगी। हेलो आटा मुगिस्ಕೊಂಡು ಹೋಗ ಏನಾಯ್ತು ಏಯ್ ಹೋಗು ಹೋಗು ಮಗು ಹೇಳ್ತಾ ಇದೆ ನೋಡಪ್ಪ ಬಂದಿದ್ದೀನ್ರಿ ನಾನು ಎಲ್ಲ ಕೆಲಸ ಬಿಟ್ಟು ಬರ್ತೀನಿ ಮತ್ತೆ ಹಾಗೆ ಕೂತ್ಕೊಂಡು ನಾನು ಕ್ಯಾರಂ ಬೋರ್ಡ್ ತೆಗೆದು ಹೊರಗಡೆ ಎಸಿತೀನಿ ಏಯ್ ಯಾರು ಬಂದಿದೆ ನೋಡು ಮಗು ಅಳ್ತಾ ಇದೆ ಸ್ವಲ್ಪ ನೀವು ನೋಡ್ಕೋಬಾರ್ದಾ ಅಪ್ಪ ಯಾರೋ ಬಂದಿದ್ದಾರೆ ಏ ಚಿನ್ನ ಕಿಶನ್ಜಿ ಯಾಕೆ ಅಳತೀಯ ಕಂದನಿ ನಾನು ತಪ್ಪು ಮಾಡಲಿಲ್ಲ ನನಗೆ ಅಡುಗೆ ಮಾಡಿಸ್ಬಿಟ್ರು ನನ್ನ ಲೆಕ್ಕದಲ್ಲಿ ನಿನ್ನ ಆಯುಸು ಮುಗ್ದು ಹೋಗಿದೆ. ಆದರೆ ಗೋವಿಂದಜಿ ನನಗೆ ಇನ್ನೊಂದು ಸಂದರ್ಭ ಕೊಡ್ತಾ ಇದೆ. ಅದಕ್ಕೆ ನಿನ್ನನ್ನ ಜೀವ ಸಹಿತ ಬಿಡ್ತಾ ಇದೆ. ಏ ಹುಷಾರು, ಸ್ವಲ್ಪ ನಿಧಾನ ಮಾಡು. ಏ ಡೂ ಇಟ್ ಕೇರ್ಫುಲಿ. Hey, follow him. You. പന്ന മഹേന്ദ്ര റെഡ്ഡി നായിഡു സ്ട്രീറ്റിൽ നീ വെച്ച ഈ കാല് ഞാൻ എടുക്കുക. അയ്യോ തിരുപ്പതി വെങ്കടാചലപതി, സത്യമാ ഞാനിനി മിണ്ടരുത്. ഗോവിന്ദജി അവനെ വിട്ടാൽ വെങ്കടാചലപതി അല്ലടോ ഗോവിന്ദജി. ഇനി ആ പരിസരത്തെങ്ങാനും എത്തി നോക്കിയാൽ ഒന്നും ചെയ്തിട്ടില്ലടാ. ഗ്യാങ് വാറുകൾ ഇവിടെ സ്ഥിര, അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഇടപെടാറില്ല. അല്ല, ഇനി അങ്ങനെ ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പോലീസിൽ തന്നെ പകുതിയിലധികം പേരും അവരുടെ കൂടെയാ. ബാക്കിയുള്ളവർക്ക് പേടിയും. സുധാകരൻ ഏത് കൂട്ടത്തില? ഞാൻ രണ്ടാമത്തെ കൂട്ടത്തില. എന്താടോ നമ്മുടെ ഹീറോയുടെ പേര്? കിഷൻജി. മുഴുവൻ പറഞ്ഞ നവനീത കൃഷ്ണൻ. ഗുണ്ടകൾക്കിടാൻ പറ്റിയ പേര്. അയ്യോ എന്നാ കിടപ്പായത്, എന്നതാണോ നായരെ? പുതിയ കമ്മീഷണറായിട്ട് ചാർജ് എടുത്തല്ലേ ഉള്ളൂ. കേട്ടിട്ടില്ലേ ജീവനെ പറ്റി? പൂനെ കിട്ടുകിടാന്ന് പറപ്പിച്ച സിംഹമല്ലയോ ജീവൻ. ഏതൊക്കെ അസ്ഥിയാ പൊട്ടിയത് കേട്ടോ മിസ്റ്റർ അയ്യർ? പൂനെ ക്ലീൻ സിറ്റിയാക്കി കളഞ്ഞില്ലേ ജീവൻ? അയ്യർക്കറിയില്ലേ
ഇബ്രാഹിം റാവുത്തർ പൂന അധോലോകത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു. നല്ല അസല് മനുഷ്യനാ. ഒരൊറ്റ രാത്രി കൊണ്ടല്ലേ ഈ ജീവൻ അയാളെ തൂക്കി അകത്താക്കി കളഞ്ഞത്. ഇവിടെ എന്തു പറ്റിയിട്ടേ സിംഹക്കുട്ടിക്ക്? ഇതൊന്നും അത്ര സാരമാക്കാനിടൂ. നമ്മളിങ്ങനെ എത്ര തല്ല് കൊണ്ടതാ, ഇനി എത്ര കൊള്ളാനിരിക്കുന്നു. വേദനയുണ്ടോ? നല്ല വേദനയുണ്ട്. പിന്നെ വേദനിക്കാതിരിക്കൂ. താനിത് എവിടുത്തെ മനുഷ്യനാണായനെ? അടി എന്ന് പറഞ്ഞാൽ അത് തല്ലിരൂ. കേട്ടോ മിസ്റ്റർ കണ്ടക്കാരെ? ഓ ഐ ആം സോറി. सुनिए मिस्टर कंडक्टर, IPS परीक्षा में जीवन को फर्स्ट रैंक मिला है. സർ, ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ഈ അവസ്ഥയിൽ തന്നെ വേണോ? എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാന്നുണ്ട്. അല്ലേ, അത് കൊള്ളാം. റെസ്റ്റ് പിന്നെ വേണ്ടായോ? വേഗം ഇവിടുന്ന് ഒന്ന് എഴുന്നേറ്റാട്ടെ. എന്നിട്ട് വേണം നമുക്ക് ആ പൂരാ സ്റ്റൈൽ കാച്ചി വിടുന്ന കാച്ചാൻ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ എന്തായി നോക്കിയിരിക്കുന്നേ? ജീവ, ഒരു 2 എണ്ണം വിട്ടേച്ച് കിടന്നാൽ വേദനയൊന്നും അറിയത്തേ ഇല്ല. എടോ നായരെ, താനൊക്കെ എന്തിനാടോ? ഓറഞ്ച് ജ്യൂസ്. കിഷൻജിയുടെ ലീഡർഷിപ്പിലുള്ള ഗോവിന്ദ്ജിയുടെ ഗ്യാങ്ങും മുഹമ്മദ് ഇബ്രാഹിമിന്റെ ലീഡർഷിപ്പിലുള്ള മഹേന്ദ്ര റെഡ്ഡിയുടെ ഗ്യാങ്ങുമാണ് ഇവിടുത്തെ പ്രധാന ഗ്യാങ്ങുകൾ. ഇയാളാണ് മുഹമ്മദ് ഇബ്രാഹിം, മഹേന്ദ്ര റെഡ്ഡിയുടെ വലങ്കൈ. തെരുവുകളിൽ എവിടെയെങ്കിലേക്കായി ഇവർ ഏറ്റുമുട്ടാത്ത ദിവസങ്ങളില്ലാന്ന് തന്നെ പറയാം. ഒരു കാലത്ത് ഒന്നിച്ച് ബിസിനസ് തുടങ്ങിയവരാണ്. ഇന്റർനാഷണൽ മാഫിയ കണക്ഷൻസ് ഉള്ള ഗോവിന്ദ്ജിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. വിമൽ റേ കൽക്കത്തക്കാരനാ. ഇവൻ പ്രത്യേകിച്ച് ഗ്യാങ്ങിലൊന്നും പെട്ടവനല്ല. ചെറിയ ചില കൂട്ടിക്കൊടുപ്പും മോഷണങ്ങളും പൊതുവിൽപ്പനയ്ക്കായി അങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഫയൽ ഓവർ. അപ്പോ നമ്മുടെ കിഷൻജി ഒഫീഷ്യൽ ലിസ്റ്റിലില്ല. ഗോവിന്ദ്ജി, മഹേന്ദ്ര റെഡ്ഡി, കിഷൻജി ഇവരെയൊക്കെ ക്രിമിനൽ ലിസ്റ്റ് ചേർക്കാൻ മാത്രം തന്റെ ഇടം സർക്കാരിനോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് എന്നേ ഗതി പിടിച്ചേനെ സർ. അപ്പൊ കുറഞ്ഞ പക്ഷം അവരെയൊക്കെ ഒഫീഷ്യൽ ലിസ്റ്റിലെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി, അല്ലേ സർ? മെഡിക്കൽ ലീവ് തീരും മുമ്പ് നാട്ടിലൊന്ന് പോണം. അമ്മയെ കൂട്ടിക്കൊണ്ടുവരണമെന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പാലക്കാട് വിട്ടൊരു ലോകയില്ല. മംഗലാപുരത്തേക്കെന്ന് പറഞ്ഞാ ഒട്ടും വരില്ല. എന്നാലൊരു ശ്രമം. Cheers. കൈക്ക് എന്ത് പറ്റി? ഓ, ചെറിയൊരു ആക്സിഡന്റ്. വണ്ടിയിലൊക്കെ പോകുമ്പോ സൂക്ഷിക്കണ്ടേ? ആ, ഞാൻ കുറുപ്പ്, പ്രൊഫസർ കുറുപ്പ്. ഞാൻ നായരാ. രസികനാണല്ലോ. നമ്മുടെ ശരിക്കുള്ള പേരെന്താ? ജീവൻ. അത് നന്നായി, വളരെ നല്ലത്. ഉറപ്പെട്ടു. ഇപ്പോഴത്തെ ട്രെയിനിന്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ, പക്ഷെ ഓർത്തെടുക്കാൻ പറ്റണില്ല. ശരിക്കും ഇല്ല, പിടികിട്ടണില്ല. എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ആളുകളെ ഇങ്ങനെ കുഴപ്പത്തിലാക്കിയിട്ട് എന്താ ഒരു പുണ്യം? എന്താ വെച്ചാ തുറന്നു പറഞ്ഞോളൂ. മംഗലാപുരത്തെ അധോലോക രാജകുമാരന് ഒരു സാധാ പോലീസ് കമ്മീഷണറുടെ മുമ്പില് ഇങ്ങനെ ഒരു ഡ്രാമയുടെ ആവശ്യമുണ്ട്. നവനീത കൃഷ്ണനെ അറിയാല്ലേ? നമ്മുടെ കിച്ചുവാന്ന് വെച്ചാവും. ഇടയ്ക്കൊക്കെ അവൻ ഗോവയിലോ മംഗലാപുരത്തോ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അനന്തകൃഷ്ണൻ, ഒറ്റപ്പാലം NSS കോളേജിലെ ബോട്ടണി ലെക്ചറാണ്. സോറി, വിസിറ്റിംഗ് കാർഡെല്ലാം തീർന്നു. സാരമില്ല, NSS കോളേജിൽ ബോട്ടണി ലെക്ചറർ ആണെന്നല്ലേ പറഞ്ഞത്? ഓർണിത്തോളജി, ബേർഡ് വാച്ചിങ് എന്റെ ഹോബി. ഓഹോ. നവനീത് കൃഷ്ണൻ എന്റെ ട്വിൻ ബ്രദറാണ്. ഇയാളേക്കാൾ 12 മിനിറ്റ് മൂത്തതാ മറ്റേ. നോക്കി നിൽക്കാതെ ചാടി എടുക്കടാ കഴുതേ. ഓ, ആർക്കടി ഫോൺ? അച്ഛനല്ല. തർക്കുത്തരല്ല, അതൊന്നും പറയാൻ പഠിച്ചിട്ടില്ല.
വിത്ത് ഗുണം 10 ഗുണം. കാലത്ത് തന്നെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ആ അനന്തേട്ടാ, അനന്തേട്ടാ, എന്താടി എത്ര നേരായി? ആ ഫോണുണ്ട്. നീ നമ്പർ വാങ്ങി വെക്കേ, ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറ. ഇതാ ഡിസ്കവറി ചാനലുകാരാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ 10 മണിക്ക് മുമ്പ് അങ്ങ് സ്പോട്ടിൽ എത്തിക്കോളാന്ന് പറ. എനിക്ക് വയ്യ, മഴ കൊടാന്ന് ഇംഗ്ലീഷാ. ഒരു ഫോണിന് റിപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ നീ എന്ത് MSc അടി പഠിക്കണേ? ഓടി എഴുതേ, പോയി പറ. നിനക്ക് അപ്പുറത്ത് പോയിരുന്ന് പഠിച്ചൂടെ? ഇവിടെ എന്താ ഹലോ, ഈസ് ടേക്കിംഗ് ബാത്ത് 10 o'clock. ഈസ് കമ്മിങ് ടു സ്പോട്ട്. ഓക്കെ, താങ്ക് യു. എന്തു പറഞ്ഞു? ഈസ് ടേക്കിംഗ് ബാത്ത് 10 o'clock. He is coming to spot. Okay, thank you. പൊടി, അങ്ങനെയൊന്നല്ലേട്ടാ, നല്ലോണം തന്നെ പറഞ്ഞേ. അവിടെ ഇരുന്ന് പഠിക്കില്ല, നീ പ്രീ ഡിഗ്രിക്ക് തോക്കും. അപ്പോഴും കാണണേ ഈ തമാശ. അപർണേ, ദാ വരണോ. ഡിഗ്രി അവക്ക് കരുനാക്കാ, നീ സൂക്ഷിച്ചോ. ഓ, എനിക്കിപ്പോ അങ്ങനെ പേടിയൊന്നുമില്ല. പ്രീ ഡിഗ്രിക്ക് തോറ്റവരെ കെട്ടാനും ആരെങ്കിലും ഒക്കെ വരാണ്ടിരിക്കൊന്നുമില്ലല്ലോ. എന്ത് എന്ത് ഇത് കേട്ടോ അമ്മേ? ഓ, ഒരു വലിയ കാര്യം കിട്ടിയിരിക്കുന്ന വിചാരം. നിനക്ക് ഇത്തിരി കൂടണ്ട്. അല്ല, ഏയ്, എന്താ കാലത്ത് ഏട്ടനും അനിയത്തി കൂടെ? അച്ഛൻ ദേഷ്യം പിടിക്കണതിൽ ഒരു തെറ്റുമില്ല, ഇവക്ക് ഇത്തിരി ജാസ്തിയാ. ആ അത് പിന്നെ മുറിച്ചാ മതി. നീ വേഗം ഒന്ന് ഈ നാളികേരം ചെറുകെ. ഇനിയിപ്പോ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി ഒറ്റ പോക്കാവും. അവളെയും കൂടി ഇങ്ങോട്ട് വിളിച്ചാൽ എന്താ? അവളോടെ പഠിക്കൊന്നുമല്ല. ഇന്നിവിടെ കഞ്ഞിയും വെള്ളമൊന്നും ഇല്ലേ? കാലത്ത് മുതൽ പറമ്പിലാ, വിശപ്പും ദാഹവും ഒക്കെ കാണും. മനുഷ്യനാ. ദേ അയക്കണു, കയ്യും മോൻ കഴിയിട്ട് വന്നോളൂ. Wilfred. Yeah. Get me a closer look at the left leg of the left one. See that? But any species for that matter, individual variations are expected to a minor extent, if I'm right. Could be. Possible. I think it's high time we give some identity marks. I do agree I'm old-fashioned, but sometimes it works. അവറ്റയുടെ സ്വൈരം കെടുത്തിക്കൊണ്ട് റിസർച്ച് ചെയ്യാൻ റയർ കാറ്റഗറിയിൽ പെടുന്നൊന്നുമല്ലല്ലോ. Willie, Yeah? how and why they are here in this climatic reality? That should be our only area of concern. Since we've confirmed the species, what we should now proceed with is more of its environmental aspects and their behavioral pattern. If you dare intrude into their niche, then you don't get their behaviors right. Yeah, that's true. I'll be right back. കോളേജിൽ പോയിരുന്നു. മിക്കവാറും ലീവ് അല്ലേ? കുറച്ചു ദിവസമായി. ആഫ്രിക്കൻ വനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരിനം പ്രാവിനെ ഇവിടെ കണ്ടെത്തി. അതിന്റെ ഒരു സ്റ്റഡി നടക്കുക. അല്ല, അന്ന് പറഞ്ഞൊന്നും അത്രയ്ക്കങ്ങോട്ട് വിശ്വാസം വന്നിരുന്നില്ലല്ലേ? എക്സാക്ട്ലി, ദാറ്റ്സ് മൈ പ്രോബ്ലം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. കിച്ചുവായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ജീവൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വീട്ടിലാരോടും പറയില്ല. അവിടെ ആരും അവനെപ്പറ്റി സംസാരിക്കാറില്ല. അവനെപ്പറ്റി കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടവും അച്ഛന് ദേഷ്യവും. പ്രൊഫസർ കുറുപ്പിനെ പരിചയപ്പെട്ടില്ലേ? മകളാ മണിക്കുട്ടി. ഊണ് കഴിച്ചിട്ടല്ലേ ഫോണുള്ളൂ എന്ന് ചോദിക്കാൻ പറഞ്ഞു. നോ താങ്ക്സ്, ഞാൻ ഉടനെ ഇറങ്ങും. അത് പറ്റില്ല. എന്നാ ഞാൻ കുറച്ച് ചക്കപ്പുഴുങ്ങാം. നല്ല വരിക്കച്ചക്കയുണ്ട്. ഇഷ്ടാവോ? പാലക്കാട്ടുകാരനല്ലേ, ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടാവുമല്ലോ അല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, എന്നാലും ബുദ്ധിമുട്ടണ്ട. ഊണ് തന്നെ ആയിക്കോട്ടെ. ആ എന്നാ പിന്നെ ഞാൻ ഊണ് കാലാക്കാം. മണിക്കുട്ടിയെ വാ. ഇതാ കിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ടുള്ള നിപ്പ. ചെറുപ്പത്തിൽ സാധാരണ കുട്ടികൾ കാട്ടുന്ന വികൃതിയൊക്കെ അവനും കാട്ടിയിട്ടുള്ളൂ. പക്ഷെ കൂടെയുള്ള ഞാൻ പരമസാധുവാണല്ലോ. അവന്റെ ചെറിയ വികൃതികളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വലിയ അപരാധങ്ങളായി. അച്ഛന് സ്വതവേ മൂക്കത്താ ശുണ്ടി. കിച്ചുവിന് തല്ല് കിട്ടാത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ അടിയെന്ന് വെച്ചാൽ ഇത്തിരി കടുപ്പമാണ്. ചെറുപ്പം മുതലേ അച്ഛനാ അവന്റെ പ്രധാന ശത്രു. അനന്തകൃഷ്ണൻ അല്ല, കിച്ചു.
കിച്ചുവിനായിരുന്നു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. അനന്തവേട്ടൻ ഇപ്പൊ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. കിച്ചുവേട്ടനെ പറ്റിയല്ലേ? ആ കമ്മീഷണർ വന്നത് കിച്ചുവേട്ടനെ പറ്റി അറിയാനല്ലേ? സത്യം പറ, അനന്തവേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ വിഷമിക്കണേ? ആളോൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവേണ്ട ഒരു കുറ്റ. അവനെ ഒന്ന് കാണണമെന്ന് തോന്നുക വല്ലാണ്ട്. മണിക്കുട്ടിയെ കൂടണയാറായില്ലേ നിനക്ക്? വരണു. അപർണയുടെ കാര്യം പറഞ്ഞ് ഇതിങ്ങനെ വെച്ച് നീട്ടണത് ബുദ്ധിയല്ലെന്നാ എനിക്ക് തോന്നണ കുറുപ്പേട്ട. ഇത് നിങ്ങളുടെ നായരുടെ ചെവിയിലോട്ട് അങ്ങോട്ട് ഓതുക. ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ ബ്ലോക്ക് ഓഫീസിലേക്ക്. ആ, എല്ലാ കാര്യത്തിലും അയാൾ തന്നെ ഒരു ബ്ലോക്ക് ഓഫീസർ ആണല്ലോ. പിന്നിപ്പോ എന്താണാവോ? അനന്തേട്ടാ, എന്നിട്ട് പോണുണ്ടോ? പോണം. മംഗലാപുരത്ത് തന്നെ എപ്പോഴും? അതെ. പോണ്ടെന്ന് പറഞ്ഞാലും അനന്തേട്ടൻ കേൾക്കില്ലല്ലോ. ഈ അനന്തേട്ടൻ ഒരു പാവായിട്ടാ. പാവല്ലാത്ത ഒരാള്. ജീവൻ എന്ത് അറിയാം? കുറച്ചൊക്കെ. ഉസ്താദിന്റെ തന്നെ കവിതയാണ് തിരസ്കൃതവും വ്രണിതവുമായ ബാല്യത്തെ കുറിച്ച്. ഇയാൾക്ക് ഇതല്ലാതെ വേറെ പാട്ടൊന്നും അറിയില്ലേ? ഒരു 10-20 തവണയായി ഞാൻ തന്നെ കേൾക്കുന്നു. എന്നിട്ട് തനിക്ക് ബോറടിച്ചോ? ബോറടിച്ചൊന്നുമില്ല. അതാണ് ഈ ശുദ്ധ സംഗീതത്തിന്റെ പ്രത്യേകത. ജഗൻ, ഉസ്താദ് അവരെ കൽസു. നമുക്ക് അങ്ങോട്ടിരിക്കാം. അല്ല ഗോവിന്ദി, എന്നാ നമുക്കിതൊരു കാസറ്റിലാക്കിയാ പോരെ? 4 നേരം കേൾക്കാവാം. ഇയാൾക്ക് ഇങ്ങനെ കൂടെ കൂടെ പൈസയും കൊടുക്കണ്ട. എന്റെ വാക്കിയില്ല. യെസ്, അഡ്വക്കേറ്റ് പോറ്റി. ആളൊരു നിർഗുണനും നിഷ്കുണനുമാണെന്ന് ഇനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഗോവിന്ദ്ജി പണ്ടേ ഹ്യൂമറാ. പിന്നെ എന്താ ഗോവിന്ദ്ജി കണ്ണെന്ന് പറഞ്ഞത് വിശേഷിച്ചു വല്ലതും? പലരും പറഞ്ഞു, ഒരുപാട് കേട്ടു. ഒന്ന് കാണാൻ പരിചയപ്പെടാന്നൊക്കെ തോന്നി. വക്കീലിനാളിനെ മനസ്സിലായോ? പുതിയ കമ്മീഷണർ അല്ലേ? മെടുക്കനാ. ഓ, ആ, മംഗലാപുരത്തേക്ക് ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ ആണെന്ന് കേട്ടു. നമ്മുടെ മരിച്ചുപോയ ചന്ദ്രശേഖരനല്ലേ DGP, അദ്ദേഹത്തിന്റെ മകനാണ് ജീവൻ, ഏക മകൻ. ജീവൻ അതൊരു വലിയ രഹസ്യമാക്കി കൊണ്ടുനടക്കായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, സോറി. രഹസ്യങ്ങൾ ഒരു വലിയ ഭാരമാണോ? കഴിയുന്നത്ര ഇറക്കി വെക്കുന്നതാണ് നല്ലത്. മനസമാധാനമല്ലേ ആദ്യം വേണ്ടത്. എന്താ വക്കീല്? വാസ്തവം. ഗോവിന്ദ്ജി ഒന്നും രഹസ്യമാക്കി വെക്കാറില്ല. എല്ലാവർക്കും അറിയാം. ഡിസ്റ്റിലറീസ്, ബാറുകൾ, പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ്, മേമ്പടിക്ക് സ്വല്പം സ്മഗ്ലിംഗ്. അവനവന്റെ കർമ്മം ചെയ്യുമ്പോൾ ഒന്നിനെയും ഭയപ്പെടരുത് ജീവൻ. ഫിയർലെസ്നെസ് ഈസ് ദ കീ ടു വിക്ടറി. ഇനി അഥവാ വല്ല മിടുക്കന്മാരും ഇതൊക്കെ ചകഞ്ഞുപൊക്കി കേസും തെളിവും വിധിയും ഒക്കെ ആകുമ്പോ കാലം ഒത്തിരി ആവില്ലേ? അപ്പോഴേക്കും ഗോവിന്ദ്ജിയുടെ കാലം കഴിഞ്ഞിരിക്കും. ചത്തിട്ട് പിന്നെന്തിനാ? പറഞ്ഞു വന്നത് തന്റെ ഒരു രഹസ്യം ഞാൻ അറിഞ്ഞത് കൊണ്ട് തനിക്കിപ്പോ വലിയ അപകടമൊന്നും വരാൻ പോകുന്നില്ലെന്നാ. എന്താടോ താൻ ചിരിച്ചു കളഞ്ഞത്? ദാറ്റ്സ് എ വെരി റിയാലിറ്റി.
ഇതെന്നെ കിഷൻ. ഓ, നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടാണല്ലോ അല്ലേ? ഹലോ ജീവൻ. ഹലോ. മുഷ്താഖ് എത്തിയിട്ടുണ്ട്. ആ, അതാ വരുന്നത്. മുഷ്താഖ് ഡൽഹിയിൽ നിന്ന് വരുന്നതാണേ. ഓക്കെ, സോ ദിസ് ഈസ് ഗോവിന്ദി. Now, this is also Gondi. എന്താ വക്കീലേ? എക്സാക്ട്ലി.